I wish all my dear students a wonderful day. Today in this session, we are going to introduce a fresh new chapter titled The Outcast, written by Sharan Kumar Limbale. So, we will begin. Sharan Kumar Limbale, born in 1956, is a Maharashtrian author, poet, and literary critic. As he himself describes, I am an Akarmashi, half-caste. I am condemned, branded illegitimate. He was born as an illegitimate son of a high-caste Patel, Hamanta Limbale, and a poor, landless, untouchable mother, Masammai, a Dalit woman who was married to Iltal Kamble in Solapur. As a result, Sharan Kumar neither belonged to a Maha community nor to the Maharatha caste. He is an Akarmashi, that is, an outcast. He had his education from Gramin Vidya Vikas Vidyalay, Chalpagan, Sholapur, and Shivaji University, Kolhapur. Mr. Limbale worked as a telephone operator in the Postal and Telegraph Department and an announcer in All India Radio, Sholapur, before getting appointed as assistant editor and reader respectively at Yashwantrao Chavan Maharashtra Open University. After retiring as the regional director of the Pune region of YCM University, he has been committedly worked towards the upliftment of the Dalit people. About his vocation as a writer and activist, he once said, "For me and for all Dalit writers, writing is a form of rebellion. Our protest is both on the street and on paper. My words are my weapons." ശരൺ കുമാർ ലിംബാലെ ഒരു മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള എഴുത്തുകാരനാണ്, കവിയാണ്, അതേപോലെ നിരൂപകനുമാണ്. അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു അക്കർമാഷി ആയിട്ടാണ്. അക്കർമാഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജാതിയിലും പെടാത്ത, അതല്ലെങ്കിൽ ഹാഫ് ബ്ലഡ് ആയിട്ടുള്ള, പൂർണ്ണമായും ഒരു ജാതിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ രണ്ട് ജാതിയിലും വേരുകളുള്ള, അല്ലെങ്കിൽ ഒരു ജാതിയിലും വേരില്ലാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. താനൊരു ജാരസന്തതിയാണെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പിതാവ് പട്ടേൽ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള, അതായത് മഹാരാഷ്ട്രയിൽ തന്നെയുള്ള ഒരു ഉന്നതമായിട്ടുള്ള സവർണ ജാതിയിൽപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹമന്ത ലിംബാലെ എന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു അവർണ സ്ത്രീയായിരുന്നു. ഭൂമിയൊന്നും സ്വന്തമായി ഉടമസ്ഥതയില്ലാത്ത ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു. അവരുടെ പേര് മസമ്മായി എന്നായിരുന്നു. മസമ്മായിയുടെ യഥാർത്ഥ ഭർത്താവ് ഇത്തായ് കാംബ്ലെ ആയിരുന്നു. അദ്ദേഹം ജനിച്ചത് ഷോലാപൂറിൽ ആണ്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വിഭാഗം അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത് മഹർ കമ്മ്യൂണിറ്റിയാണ്. മഹർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു ദളിത് വിഭാഗമാണ്. തൻ്റെ പിതാവ് പക്ഷേ പട്ടേൽ സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മറാത്ത ജാതിയിൽ പെട്ടിട്ടുള്ളതും ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവ രണ്ടിലും പൂർണ്ണമായും യോജിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പൂർണ്ണമായും ഒരു ദളിതനുമായിരുന്നില്ല, പൂർണ്ണമായി എന്നാൽ ഒരു മുന്നോക്ക സമുദായത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തന്നെ വിളിച്ചത് ഒരു അക്കർമാഷി എന്നായിട്ടാണ്. അതായത് he belongs to a half caste people or a casteless people. ഒരു ജാതിയിലും പെടാത്ത അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെ തന്നെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനം ഒക്കെ നടന്നത് ശിവജി യൂണിവേഴ്സിറ്റിയിലും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ബേസിക് എഡ്യൂക്കേഷനൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചത് ഗ്രാമീൺ വിദ്യാ വികാസ് വിദ്യാലയ് ഷോലാപൂർ അവിടെ വെച്ചും ആണ്. അദ്ദേഹം മുതിർന്നപ്പോൾ പോസ്റ്റൽ
ടെലഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ ടെലിഫോൺ ഓപ്പറേറ്ററായി അദ്ദേഹം ജോലി ആരംഭിച്ചു. അതിനുശേഷം ഓൾ ഇന്ത്യ റേഡിയോയിൽ അദ്ദേഹം അനൗൺസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം യശ്വന്ത് ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റ് എഡിറ്ററായും റീഡറായും വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം അദ്ദേഹം റിട്ടയർ ചെയ്തത് റീജിയണൽ ഡയറക്ടറായിട്ടാണ്. പൂനെ റീജിയനിലെ YCM യൂണിവേഴ്സിറ്റിയുടെ പൂനെ റീജിയനിലെ റീജിയണൽ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം വിരമിക്കുന്നത്. അദ്ദേഹം ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, For me and for all Dalit writers, writing is a form of rebellion. Our protest is both on the streets and of paper. My words are my weapons. എനിക്കും എന്നെ പോലെയുള്ള മറ്റു ദളിത് എഴുത്തുകാർക്കും എഴുത്ത് ഒരുതരം വിപ്ലവമാണ്. അത് ഞങ്ങളുടെ സമരമാണ്. അത് റോഡുകളിലും പേപ്പറുകളിലും ഞങ്ങൾ നടത്തുന്നുണ്ട്. എൻ്റെ വാക്കുകൾ എൻ്റെ ആയുധമായി ഞാൻ കൊണ്ടു നടക്കുന്നു. These are the words of Sharan Kumar Limbale, the famous quotation. Limbale has penned more than 40 books, but his best work was his autobiographical novel Akarmashi, published in 1984. Written in the Mahar dialect of Marathi language, it was translated as The Outcast into English by Santosh Bhumkar in 2003 and into several other Indian languages including Malayalam, Hindi and Tamil. His critical work Towards an Aesthetics of Dalit Literature, published in the year 2004, is considered as a seminal work in Dalit criticism. Limbale defines Dalit literature as not the literature of imagination, but a literature of atrocities inflicted on Dalits by the high caste Hindus. His significant works include Hindu, Bahujan, Dalit Brahmin and O. അദ്ദേഹം 40-ൽ പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന കൃതി അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടുള്ള അക്കർമാഷിയാണ്. അക്കർമാഷി പബ്ലിഷ് ചെയ്തത് 1984-ലാണ്. ലിംബാലെ ദലിത് സാഹിത്യത്തിൽ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: ഇതൊരു ഭാവനയുടെ സാഹിത്യമല്ല. ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾ ദളിതർക്ക് മേൽ ക്രൂരമായി അടിച്ചേൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന അവരുടെ ക്രൂരമായ പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ളതാണ്. അതിൻ്റെ സാഹിത്യമാണ് ദളിത് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ദളിത് സാഹിത്യം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഔട്ട്കാസ്റ്റ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സന്തോഷ് ഭൂംകറാണ്. 2003-ലാണ് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് അത് വിവർത്തനം ചെയ്തത്. റിമെമ്പർ ദ നെയിം സന്തോഷ് ഭൂംകർ. ഹി ട്രാൻസ്ലേറ്റഡ് ഔട്ട്കാസ്റ്റ് ഇൻ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷിലോട്ട് മാത്രമല്ല, മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും ഔട്ട്കാസ്റ്റ് എന്ന ടെക്സ്റ്റ് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരൺ കുമാർ ലിംബാലയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ വർക്ക് എന്ന് പറയുന്നത് ടുവേർഡ്സ് ആൻഡ് ഏസ്തറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചറാണ്. അത് പബ്ലിഷ് ചെയ്യുന്നത് 2004-ലാണ്. ക്ലിയർ? അദ്ദേഹം ഇതല്ലാതെ ധാരാളം മറ്റു വർക്കുകളും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളുകളാണ് ഹിന്ദു, ബഹുജൻ, ദളിത് ബ്രാഹ്മിൻ ആൻഡ് O. Dalit studies emerged as a new critical discourse in the second half of 20th century. The term Dalit was perhaps used for the first time by Mahatma Jyotirao Phule. In the 19th century, the term became politically current due to Dr. B.R. Ambedkar and the Dalit Panthers, an activist group. Baburao Bhagul, Java me Jat Charori, When I Had Concealed My Caste, published in the year 1963, was one of the significant early works in Dalit studies. Bhama Fautsina's Karukku,
published in the year 1992. Arjun Bhangle's The Poisoned Bread, published in the year 1992. Kancha's Illahas, Why I Am Not a Hindu, published in the year 1996. And Om Prakash Valmiki's Judan, published in the year 1997. Herald the new dawn of Dalit uprising and struggle for rights, which began with the publication of Akarmashi. Dalit studies അതൊരു ക്രിട്ടിക്കൽ ഡിസ്കോഴ്സായി, ഒരു പഠനശാഖയായി വന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷമാണ്. ധാരാളമായി ദളിത് വിഭാഗത്തിൽ നിന്നും സാഹിത്യ സൃഷ്ടികളെല്ലാം ഉയർന്നു വരികയും അതൊരു പഠന വിഷയമായി മാറുകയും ചെയ്തു. ആദ്യമായി ദളിത് എന്ന പദം ഉപയോഗിച്ചത് മഹാത്മാ ജ്യോതിറാവ് ഫുലെയാണ്. അതിനുശേഷം അതിനൊരു രാഷ്ട്രീയ മുഖം കൈവരുന്നത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ഇടപെടലുകൾ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ മാത്രമായിരുന്നില്ല, ദളിത് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ദളിത് പാന്തേഴ്സിൻ്റെ ഇടപെടലുകളും വളരെ ശക്തമായി രാഷ്ട്രീയ മേഖലകളിൽ ഉണ്ടാവുകയും അത് ഒരു പുതിയ രാഷ്ട്രീയ മുഖം ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കൈവരികയും ചെയ്തു. ധാരാളം മറ്റ് കൃതികളും ശരൺകുമാർ ലിംബാലയുടെ വർക്കുകൾക്ക് ശേഷം അനവധി സാഹിത്യ സൃഷ്ടികൾ ഉയർന്നു വന്നു. അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ചിലതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി ബാബുറാവ് ഭാങ്കുൾ, അദ്ദേഹത്തിൻ്റെ വെൻ ഐ ഹിഡ് മൈ കാസ്റ്റ് ഓർ വെൻ ഐ ഹാഡ് കൺസീൽഡ് മൈ കാസ്റ്റ്, ഇങ്ങനെ പല ടൈറ്റിലുകളിൽ ആ ഒരു വർക്കുണ്ട്. അതിൻ്റെ യഥാർത്ഥ ടൈറ്റിൽ എന്ന് പറയുന്നത് ജേവാ മീ ജാത് ചറോലി എന്നതാണ്. വെൻ ഐ ഹിഡ് മൈ കാസ്റ്റ് ഓർ വെൻ ഐ ഹാഡ് കൺസീൽഡ് മൈ കാസ്റ്റ്, ഇങ്ങനെ രണ്ട് തരത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1963. ഈ ഒരു വർക്കാണ് ആദ്യ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ള ദളിത് സാഹിത്യത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ടെക്സ്റ്റ്. അതിനുശേഷം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രമുഖമായിട്ടുള്ള വർക്ക് വരുന്നത് 1992 കറുക്ക് എന്ന കൃതി. അത് എഴുതിയത് ബാമ ഫൗസീനയാണ്. പിന്നീട് 1992 തന്നെ ദ പോയ്സൺ ബ്രെഡ് എന്ന കൃതി പുറത്തു വന്നു. അത് എഴുതിയത് അർജുൻ ഡാംഗ്ലെയാണ്. അതിനുശേഷം 1996 പുറത്തിറങ്ങിയ പ്രശസ്തമായിട്ടുള്ള വല്ലാതെ കോളിളക്കം സൃഷ്ടിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് വൈ ഐ ആം നോട്ട് എ ഹിന്ദു, റിട്ടൺ ബൈ കാഞ്ച ലൈല. And in 1997, another work came out titled Judan, written by Om Prakash Valmiki. These are the major thought-provoking and groundbreaking texts in Dalit studies. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദളിത് സ്റ്റഡീസിലെ പ്രശസ്തമായിട്ടുള്ള ടെക്സ്റ്റുകളാണ് ഇവ ഓരോന്നും. In Akarmashi, which literally meant impure blood, Limbale describes his pathetic situation of not having an identity, a home or place of belonging. The outcast is about an untouchable family in general and community struggles in particular. It reflects the conditions of the Mahars, an oppressed caste about half a century back, and gives a true and realistic picture of the darker sides of an Indian society. The best way to find out the sufferings of the Dalits and the other marginalized sections is through the words and emotions of those who have lived through the experience and who have the education and talent to write so vividly about it. The present extract notes for the employment of pathos is the anger-filled narration
of an incident of caste discrimination and humiliation that the Dalit children faced during their school age or school life. അക്കർമാഷി എന്നത് ഇംപ്യൂർ ബ്ലഡ്, അശുദ്ധ രക്തം എന്നുള്ള രീതിയിലാണ് അർത്ഥം വരുന്നതെങ്കിലും അദ്ദേഹം കാസ്റ്റിൽ നിന്നും, അതായത് ജാതികളിൽ നിന്നും ജാതിയിൽപ്പെടാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു വ്യക്തി മുദ്രയില്ലാതെ അല്ലെങ്കിൽ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച്, ഒരു ഹോം, ഒരു വീട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നൊരു വീട് അല്ലെങ്കിൽ താൻ ഇതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള തരത്തിലുള്ള ചിന്ത ഇല്ലാതായി പോകുന്ന വ്യക്തികളെക്കുറിച്ച്, അവർ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച്, ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനകളും പീഡനങ്ങളെക്കുറിച്ചുമാണ് ഇതിനകത്ത് അക്കർമാഷിയിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഔട്ട്കാസ്റ്റ് എന്നത് തൊട്ടുകൂടാത്ത ദ അൺടച്ചബിൾ ഫാമിലിയെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. their struggles in community. Clear? In particularly, it denotes or it says, it expresses about the Mahar community. Mahar എന്ന ഒരു പർട്ടിക്കുലർ മഹാരാഷ്ട്രയിലെ ഒരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് അതിൽ പ്രതിപാദിക്കുന്നത്. മഹേഴ്സ് ആർ ദ ദളിത് കമ്മ്യൂണിറ്റി ഇൻ മഹാരാഷ്ട്ര. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹം ഈ കഥയിലൂടെ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവന്നു. വളരെ റിയലിസ്റ്റിക് ആയിട്ട് യാഥാർത്ഥ്യമായി ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പിക്ചേഴ്സാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഇരുണ്ട വശം നമുക്ക് മുന്നിൽ തുറന്ന് കാണിക്കുന്ന കൃതി കൂടിയാണ് ദ ഔട്ട്കാസ്റ്റ് എന്നത്. ഏതെല്ലാം തരത്തിലുള്ള അതിക്രമങ്ങളും പീഡനങ്ങളുമാണ് ദളിത് വിഭാഗം നേരിട്ടത്, അതുപോലെ അവരെങ്ങനെയാണ് സമൂഹം മാർജിനലൈസ് ചെയ്തിരിക്കുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇതിൽ വിവരിച്ചുകൊണ്ടിരുന്നു. അവരുടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ദ ടാലൻറ്റ്, അതിനെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം ഇതിനകത്ത് തുറന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് പാത്തോസ്. വാട്ട് യു മീൻ ബൈ പാത്തോസ്? പാത്തോസ് മീൻസ് ദ ഫീലിംഗ് ഓഫ് പിറ്റി ഓർ ദയ എന്നർത്ഥം വരുന്ന വാക്കാണ് പിറ്റി അല്ലെങ്കിൽ പാത്തോസ് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ സീ ആൻ ആങ്കർ ഫിൽഡ് നറേഷൻ ത്രൂ ഔട്ട് ദ ടെക്സ്റ്റ്. വളരെ രോഷം പ്രകടിപ്പിക്കുന്ന, ആത്മരോഷം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നറേഷൻ, ഒരു പറഞ്ഞു പോക്കാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് നമുക്കിതിൽ കാണാൻ കഴിയും. ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ, പാർശ്വവൽക്കരിക്കപ്പെടുന്നത്, തരം താഴ്ത്തി കാണുന്നത്, ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നത്, ഒരാളെ നിഷ്കരുണം, അവരുടെ ആ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമായും ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നേരിട്ട് ബന്ധമുള്ള, അതിനെ തുറന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് അദ്ദേഹം മിസ്റ്റർ ശരൺ കുമാർ ലിംബാലെ തൻ്റെ ടെക്സ്റ്റായിട്ടുള്ള ഔട്ട്കാസ്റ്റിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ദ extract which is there in Zeitgeist. The title of the text is The Outcast, written by Sharan Kumar Limbale. Thank you for listening. Have a nice day.